ഒന്നുമില്ല, നീ വേഗം കഴിച്ചെനിക്ക്. എനിക്ക് ബാലസുധ വാങ്ങിത്തരുമോ? എന്ത് വാങ്ങിത്തരുമോന്ന്? ബാലസുധ. കുക്കി വേണ്ട. എന്താ മമ്മി? എന്തിനു നിനക്ക് ബാലസുധ? അത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ബനാന മിൽക്ക് ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. നിന്നോടാരോ ഭാവി പറഞ്ഞത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണെന്ന്? അത് ഞാനൊരാൾ പറയുന്നത് കേട്ടതാ, നമ്മളന്ന് ഡ്രസ് എടുക്കാൻ പോയ സമയത്ത്. 24 മണിക്കൂറും ഫോണിനകത്തിരിക്കലല്ലേ പണി. അതെന്താണെന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, എന്നിട്ട് മോളത് വാങ്ങി കഴിച്ചോ. ആ ശരി പപ്പ. എന്താടാ എല്ലാത്തിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? ചിമ്മി, ബീക്കുട്ട, എന്താ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന? ഒന്നുമില്ല പപ്പ, നമ്മളെപ്പോഴാ പാർട്ടിക്ക് പോകുന്ന? വൈകിട്ട്. അതെപ്പോഴാന്ന് ചോദിച്ചവൻ. ആദ്യം നിങ്ങൾക്കെല്ലാം എന്താ പറ്റിയതെന്ന് പറയൂ. അയ്യോ വാവേ, എന്താടാ ആക്രാന്തം മനസ്സിലെല്ലാം തൊണ്ടേ കുടുങ്ങിയോ? ജിബിനേട്ട വേണ്ട, എന്നോട് ഇത്ര സ്നേഹമുള്ളൂ. എന്റെ വാവേ, നീ എന്തൊക്കെയാ പറയുന്നത്? ഇത് നോക്ക്. എന്താ അത്? ആ അപ്പോഴേക്കും ഗൂഗിൾ ചെയ്തോ? ഇപ്പൊ മനസ്സിലായോ മോൾക്ക് ബാലസുധ എന്തിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നതെന്ന്? എല്ലാം കഴിഞ്ഞെങ്കിൽ എല്ലാരും ഒന്ന് എഴുന്നേറ്റ് പൊക്കോ. എല്ലാം കൂടെ എന്തൊക്കെയോ ഒപ്പിക്കാനുള്ള പണിയാ. എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ, എനിക്ക് വയ്യ ഇനി ഒന്നും. എന്റെ ജീനി, ഇത് നീ തന്നെയാണോ? അതോ ഇനി ആ തലയ്ക്കകത്ത് എന്തെങ്കിലും കുരുട്ടുകുതി ഉദിച്ചോ? ഓ, ഒരു കുരുട്ട് ബുദ്ധി ഇല്ല. ഞാൻ എല്ലാം വിട്ടു. ഇനി അവരായി അവരുടെ പാടായി. അല്ലളിയ, ഇവിടെയുള്ള എല്ലാവർക്കും എന്താ പറ്റി? കാര്യായ എന്തോ തകരാറുണ്ട്. എല്ലാം ഇനി വരുന്നാടെ വെച്ച് കാണാം. അല്ല, ഈ പാത്രങ്ങളൊക്കെ ആര് കഴുകും? അല്ലും തന്നെ, നമുക്ക് സമത്വം വേണ്ടേ? അളിയോ, അത് വേണ്ട. വേണ്ടെങ്കി വേണ്ട. നിനക്കെന്താ പറ്റി? ഞാൻ കുറച്ചു നേരമായി നിന്നെയും ശ്രദ്ധിക്കുന്നു. ആ ഒന്നുമില്ലടാ, ബാവയ്ക്ക് ഗോപിയുടെ ഫോട്ടോ കാണണമെന്ന്. കൂക്കി മോൾക്കോ? അതെ, അവൾക്ക് ഫോട്ടോ കാണണമെന്ന്. ഇവിടെ വന്നിട്ട് അവളുടെ അമ്മയുടെ ഒരു ഫോട്ടോ പോലും കണ്ടില്ലാന്ന്. ഹോബി മോളൊന്നും പറഞ്ഞില്ലേ? ഹോബി മോള് അവള് എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും ചോദിക്കാറില്ല. പക്ഷെ അവളെ പോലെ അല്ല കൂക്കി. അവളുടെ അമ്മയുടെ മുഖം കണ്ടിട്ടില്ല. എല്ലാ ഫോട്ടോയും നിങ്ങളുടെ റൂമിലാ. നിങ്ങൾ വരുന്നതിന് മുന്നേ വരെ ഞാൻ ഒന്നരാടെ അടിച്ചു തുടച്ചിടും. ഇപ്പൊ അതുമില്ല. കുക്കിമോളെയും ഹോബിമോളെ ഓർത്തിട്ട്. യോങ്കി, നീ എന്താ ഇങ്ങനെ നിക്കുന്ന? ഒന്നുമില്ലടാ, എന്തായാലും ഒന്നും വേണ്ട. പിന്നെ കാണിച്ചു കൊടുക്കാം അവൾക്ക് അവളുടെ അമ്മയുടെ ഫോട്ടോ ഒക്കെ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ല്, ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. വീക്കുട്ട, നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണ്ട്? വീക്കുട്ട, എന്റെ കുഞ്ഞനീനല്ലേ. ചേച്ചി, ഈ സോപ്പൊന്നും ഇവിടെ പതയില്ല. പാർട്ടിക്ക് അത് ഏത് കളർ ഡ്രസ്സാ പോലെ ഇടുന്നത്? അത് അവനോട് നേരിട്ട് ചോദിക്കായിരുന്നില്ലേ? ഒരു വട്ടം ചോദിച്ചതിന് ആ കള്ള പന്നിയെ ചീത്ത വിളിച്ച് ഇറക്കി വിട്ടത്. ഇപ്പൊ ഒന്ന് പോയി ചോദിച്ചു നോക്കായിരുന്നോ? എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? എനിക്ക് പേടിയാ. അയ്യോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ കൂടി പോവും. അതാ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. ഞാൻ നിന്റെ ചേച്ചിയാടാ. എന്റെ ചേച്ചീനല്ലാതെ വല്ലവരുടെയും ചേച്ചീനെ എനിക്ക് ചീത്ത വിളിക്കാൻ പറ്റുമോ? ജിമിനേട്ടൻ എന്നോട് ഇത്ര സ്നേഹമുള്ളൂ. എന്റെ പൊന്നു വാവേ, നീ ഇത് എത്രാമത്തെ പ്രാവശ്യം ഇത് ചോദിക്കുന്നത്? പിന്നല്ലാതെ ഏട്ടൻ എനിക്ക് ബാലസുധ വാങ്ങി തന്ന് വയറിളക്കാൻ നോക്കിയില്ലേ? എപ്പോഴാ എന്റെ കൊച്ചെ ഞാനത് നിനക്ക് വാങ്ങിത്തന്ന്? എനിക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ ഏട്ടൻ? നിനക്ക് തോന്നുന്നുണ്ടോ വാവേ ഞാനത് നിനക്ക് വാങ്ങിത്തരുന്നു? അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ? നാലും ഏട്ടൻ പറഞ്ഞില്ലേ? വാവേ, ഏട്ടൻ സന്തോഷിക്കാതുണ്ട്. അതൊരു മൂലയിൽ പോയിരുന്ന് കരയുന്നുണ്ടെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുക. എന്റെ മോളതൊന്ന് മനസ്സിലാക്ക്. ഏട്ടൻ എന്താ പറ്റി? ഒന്നുമില്ല, ഒരു സ്വപ്നം കണ്ടതാ. എന്ത് സ്വപ്നം? നിന്റെ ചേച്ചി എന്നെ പനിക്കുന്നത്. എന്താ? ഒന്നുമില്ല വാവേ, അതൊരു സ്വപ്നം. ആ സ്വപ്നത്തിൽ ഞാൻ എന്റെ ചേച്ചിനെ പ്രപ്പോസ് ചെയ്തടി. എന്നിട്ടോ? എന്നിട്ടെന്താവാൻ, അവളെന്റെ തലക്കിട്ടൊന്ന് വന്നു. എന്നാലും ഞാൻ എത്ര സന്തോഷത്തിലാന്ന് അറിയുന്നേക്ക്. എന്തിന്? അവളുടെ ഒന്ന് കിട്ടിയേനോ? വാവേ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഒരു സ്വപ്നം കണ്ടതിനാണോ ഏട്ടൻ ഇത്രയും സന്തോഷിക്കുന്നത്? ഏട്ടന്റെ സന്തോഷം കാണുമ്പോൾ സത്യമായിരുന്നെങ്കിൽ ഇന്ന് ആഗ്രഹിച്ചു പോവാ. എല്ലാം പെട്ടെന്ന് നടക്കായിരിക്കും. ഇനി ഞാൻ എന്തെങ്കിലും പ്രത്യേകം പ്ലാൻ ചെയ്യണോ എന്റെ ജീവനേട്ടന്റെ സന്തോഷത്തിന് വേണ്ടി? ഇനി ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ പോവാ. ഏട്ടന് എന്തൊക്കെയാ പറയുന്നത്? നിനക്കെന്താ കൂക്കി ചെവി കേക്കില്ലേ? വാവേ, എടി കൂക്കി. ഇല്ല, ഞാനിത് ആരോടും പറയില്ല. നീ ഇങ്ങ് വാ. ഏട്ടൻ പറഞ്ഞതൊക്കെ. നിന്നോട് എന്തിനാ ഞാൻ കള്ളം പറയുന്നത്? ഏട്ടന് ഒരു കാര്യം അറിയോ? Meanwhile, ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ എന്റെ കൃഷ്ണ. അവനെ ഒന്ന് കണ്ട് സംസാരിച്ചാലോ? ഇവിടെ ഉള്ളൊരു ഏതോ ഒരുത്തിനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ നിൽക്കുക. ആ കാലമാടനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന എന്റെ മൂക്കില് പല്ലുകളും. ഭഗവാനെ, ഒരു വഴി കാണിച്ചതാ. ആ
കോന്തനെ എന്നെ കെട്ടണമെന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ. എല്ലാം ശരിയാക്കി ഇനി എന്റെ പ്ലാൻ തന്നെ നടത്തണം. മോനെ കിച്ചു ഏട്ടാ, നീ നോക്കിക്കോ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്. എടി നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? സത്യേട്ടാ, അതാ പറഞ്ഞു അവരറിയാതെ നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാന്ന്. ഓ, എന്ത് വീഴ്ച വീണതാണോ? തലയ്ക്കൊക്കെ എന്താ ഭാരം. ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ജിമിന, നിന്റെ ജീവിതം ഇത്. നിനക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാൻ ആരുടെ അനുവാദം വേണ്ട. ആ തെണ്ടിക്ക് ഇഷ്ടമാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നീ ഇഷ്ടപ്പെടുത്തണം. ഒന്നുമില്ലേലും നിന്റെ സൗന്ദര്യം ഇവിടെ ആർക്കുണ്ടടാ. നീ ഉണ്ടെങ്കിൽ തന്നെ നിന്റെ അത്ര ഇല്ലെങ്കിൽ പോലും നിന്റെ അന്യരം കാണാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ആരുടെ മക്കള് ബ്യൂട്ടി ശരിയുടെ. നീ ഒന്ന് മനസ്സിലാക്കി ജിമിന, നിന്റെ അമ്മ കഴിഞ്ഞ ഈ ഭൂമിയിൽ നിന്റെ അത്ര സൗന്ദര്യമൊന്നും ആർക്കും ഇല്ല. അങ്ങനെയുള്ള നിനക്ക് ഇന്നത്തോടെ നിന്റെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നീ ഇന്ന് അവളോട് നിന്റെ മനസ്സിലുള്ളത് മുഴുവൻ സംസാരിക്കണം. അതെ, അതിനു വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്തിരുന്ന നീ നിന്റെ പ്ലാൻ മാത്രമേ ഇവിടെ നിന്ന് വർക്കാവൂ. തിങ്ക് നന്നായി ഒന്ന് ആലോചിക്ക്. കിട്ടി. നീ നോക്കിക്കേ മോളെ, ഇന്ന് എന്റെ ദിവസാ. നിന്നെ കൊണ്ട് ഞാൻ എന്നെ ഇഷ്ടാന്ന് പറയിക്കും. അവന്റെ തലക്കിട്ടൊന്ന് കൊടുത്ത് എന്നെ കെട്ടാൻ പറഞ്ഞാലോ? അയ്യോ, അത് വേണ്ട. ഇപ്പൊ തന്നെ ഭയങ്കര ദേഷ്യത്തിലാ. ഒന്ന് പോയി സംസാരിച്ചാലോ? ഒറ്റയ്ക്കായിരിക്കോ അതോ അനിയത്തിയുടെ കൂടെ ആയിരിക്കോ? വേണ്ട, ഇപ്പൊ സംസാരിച്ചാ ശരിയാവില്ല. രാത്രിയാവട്ടെ, പാർട്ടി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് സംസാരിക്കാം. പാട്ടി നീ ഏത് കോന്തനാവോ ഇതിന്റെ ഇടയിൽ കയറി വരാൻ പോകുന്നു? അപ്പോ പറഞ്ഞതൊക്കെ ഓർമ്മണ്ടല്ലോ, ഇതാണ് നമ്മുടെ പ്ലാൻ. ഏട്ടാ, എനിക്ക് പേടിയാണ്. എന്റെ കുക്കി, നീ ഇങ്ങനെ പേടിക്കല്ലേ. ഞാനിപ്പോ എന്റെ കൂടെ എന്നാലും ഏട്ടാ, ഒരെന്നാലും ഇല്ല. അതുങ്ങൾ രണ്ടും ഇന്ന് പോയ എന്റെ കഞ്ഞിയിലെ പാറ്റ കഴിഞ്ഞു.